ഹലോ, സുറൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാനായിട്ട് പോകുന്നത് മട്ടൻ ബിരിയാണിയാണ്. അതിനായി നമ്മളിവിടെ 1 കിലോ മട്ടനാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കൊരു 4 വിസിലടിച്ച് വേവിച്ചെടുക്കണം കുക്കറിൽ. നമുക്ക് മട്ടൻ കുക്കറിലേക്ക് ഇടാം. എന്നിട്ട് ആവശ്യമുള്ള സാധനങ്ങളും ചേർക്കാം. ഇത് 3 തക്കാളി അടിച്ചെടുത്തതാണ്. ഇതിൽ നിന്ന് നമുക്ക് പകുതി ഈ മട്ടനിൽ ഒഴിച്ചു കൊടുക്കാം. പകുതി നമുക്ക് മസാല ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ഒഴിക്കാനുള്ളതാണ്. ഇനി കുരുമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതക്കിയത് ഇട്ടു. പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടു. ഇനി ഇത് നന്നായി കുക്കറിലിട്ട് നന്നായി മിക്സ് ചെയ്യണം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്യാസുമ്മ വെച്ചിട്ട് ഒരു 4 വിസിലടിക്കുക. ഇനി നമ്മൾ പാകത്തിന് ഉപ്പും ചേർത്ത് ഗ്യാസിൽ വെക്കുന്നുണ്ട്. 4 വിസിലിന് ശേഷം ഇറക്കി വെക്കണം. ഇനി നമുക്ക് ബിരിയാണിക്കുള്ള മസാല വഴറ്റിയെടുക്കണം. അതിനായി സൺഫ്ലവർ ഒഴിച്ചു. നമ്മൾ ആദ്യം സവോള വഴറ്റിയെടുക്കുന്നു. ബാക്കിയുള്ള ചേരുവകളും കൂടി നമുക്ക് വഴറ്റിയെടുക്കണം. ഇനി ഇത് തക്കാളി അടിച്ചു വെച്ചതാണ്. അത് കുക്കറിൽ ഒഴിച്ച് ബാക്കിയുള്ളതാണ്. അത് ഇനി നമുക്ക് ഇതിലൊഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് നമ്മൾ 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ സവോള ഒന്ന് നന്നായി വഴറ്റിയെടുക്കണം. നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക് ചതച്ചെടുത്തത്. ഇനി മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് വേവിച്ചെടുത്ത ഈ മട്ടൻ ഇതിലിട്ട് മിക്സ് ചെയ്യണം. ഇനി മഞ്ഞൾപ്പൊടി ചേർത്ത 2 കയ്യിൽ മിൽമപ്പാലാണ്. അത് ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മട്ടനും മസാലയും കൂടി നമ്മൾ ഒന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടി ചെറിയ തീയിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഉള്ളി ഒന്ന് വറുത്തെടുക്കാം. അതിനായി നമുക്ക് 2 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. ഉള്ളി വറുത്തെടുക്കാൻ നമ്മൾ നെയ്യാണ് ഏറ്റവും നല്ലത്. ഉള്ളി മൊരിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ കശുവണ്ടിയും മുന്തിരിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഉള്ളി നന്നായി മൊരിഞ്ഞു. ഇനി നമുക്ക് ഇത് ഇറക്കി വെക്കണം. ഇനി നമ്മൾ ഇതിൽ 1.5 കയ്യിൽ തൈര് ചേർക്കുന്നുണ്ട്. ഇപ്പോൾ മസാല റെഡിയായി. ഇനി നമുക്ക് റൈസ് വേവിച്ചെടുക്കണം. അതിന് നമ്മൾ ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിൽ പട്ട, ഗ്രാമ്പു, ഏലക്ക, പട്ടയില എന്നിവ ചേർക്കണം. അത് ചേർത്തു. ഇനി നമുക്കിതിൽ വെള്ളത്തിന് ആവശ്യമായ ഉപ്പ് ചേർക്കണം. ഉപ്പ് നോക്കി ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിൽ വറുത്തെടുത്ത് കശുവണ്ടിപ്പരിപ്പും മുന്തിരിയും ഉള്ളിയും ചേർക്കണം. ഇനി ഇതൊന്ന് തിളക്കുന്ന വരെ വെയിറ്റ് ചെയ്യുക. ഇനി നമുക്കിതിൽ അരി കഴുകി ഇട്ട് കൊടുക്കാം.
ഒരു ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന കണക്കിനാണ് വെള്ളം എടുക്കേണ്ടത്. ഇനി നമുക്ക് ഇത് ഒന്ന് മൂടി വെച്ചിട്ട് അരി ഒന്ന് വേവുന്നത് വരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കിതിൽ ലെമണിൻ്റെ നീര് ഒഴിച്ചു കൊടുത്തു. ഇപ്പോൾ റൈസ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ദമ്മിടാൻ വേണ്ടി മസാലയിലേക്ക് മാറ്റാം. കുറച്ചുകൂടി വെള്ളം ഡ്രൈ ആവാനുണ്ട്. അത് നമ്മൾ അതിൽ ഇടുമ്പോഴേക്കും അതിൽ മിക്സ് ചെയ്യുമ്പോഴേക്കും അത് സെറ്റാവുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് അത് ചെയ്യാം. ഇനി നമുക്കിത് ഈ റൈസ് ഇതിലേക്ക് തട്ടിക്കൊടുക്കാം. കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് റൈസും മസാലയും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് പകുതി മാറ്റി വെച്ചിരുന്ന കശുവണ്ടി, മുന്തിരിയും ഉള്ളിയുമെല്ലാം വറുത്തെടുത്തത് ഇതിന് മേലെ വിതറി കൊടുക്കാം. ഇനി നമ്മൾ കുറച്ച് മല്ലിച്ചപ്പ് വിതറുന്നുണ്ട്. ഇത് കഴിഞ്ഞാൽ നമുക്ക് 5 മിനിറ്റ് ഗ്യാസിൽ വെച്ച് 5 മിനിറ്റ് ദമ്മിടണം. അത് കഴിഞ്ഞ് നമുക്ക് ബിരിയാണി വിളമ്പാം. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ് ചെയ്യണം. ഓക്കെ, ബൈ.